വുമൺ ആൻഡ് ഹോം എന്ന് പറഞ്ഞാൽ 15 വിമൻ എൻ്റർപ്രണേഴ്സ്, അതും വീട്ടമ്മമാരെന്ന് വേണമെങ്കിൽ പറയാം. 15 വിമൻ എൻ്റർപ്രണേഴ്സ് പ്ലസ് 1 കോർപ്പറേറ്റ് വേൾഡ് AMC എന്ന് പറയുന്ന അവർ ഒന്നിച്ച് ഒരു കുടയുടെ കീഴിൽ ഒരു ബിൽഡിങ്ങിൽ കുറേശ്ശെ അവർക്ക് ആവശ്യമുള്ളത്ര സ്പേസ് എടുത്ത് ബിസിനസ് ചെയ്യുക. ഇൻഡിവിജ്വലി ചെയ്യുന്ന ബിസിനസ്സാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ട്രിവാൻഡ്രം. ആദ്യമായിട്ട് ഞങ്ങളാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ശരിക്കും ഞങ്ങൾ തുടങ്ങിയത് 5 പേരായിട്ടാണ്. അതിപ്പോൾ വന്ന് നിൽക്കുന്നത് 15 വിമൻ എൻ്റർപ്രണേഴ്സും ഒരു കോർപ്പറേറ്റുമായിട്ട്. 2 വർഷമായുള്ളൂ തുടങ്ങിയിട്ട്. ഇത് തുടങ്ങിയതെന്ന് പറയാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആയിരുന്നു 10-20 വർഷമായിട്ട്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ടയുടെ. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാനത് ഒരു 2018 ആയപ്പം ഞാനത് റിസൈൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കൂടെ ഫാമിലിയുടെ കാര്യങ്ങൾ, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ജ്യോതി അപ്പോൾ ഭാമിനി എന്ന് പറയുന്നൊരു ബുട്ടീക്ക് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജ്യോതി എന്നോട് ചോദിച്ചു, അന്ന കൂടുന്നോ, നമുക്ക് 2 പേർക്കും കൂടെ വേണമെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ സീഡ് ഇട്ടത് ജ്യോതിയാണ്. ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കിനും നാലാഞ്ചിറയിലായിരുന്നു അന്ന് ജ്യോതിയുടെ സ്പേസ്. അപ്പോൾ എനിക്ക് അവിടം വരെ അതെനിക്ക് വലിയ അത്രയും ട്രാവൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു വേണ്ടടോ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. 2020 ആയപ്പോഴത്തേക്കിനും കോവിഡ് വന്നു. ജ്യോതിക്ക് ഇച്ചിരി എല്ലാവർക്കും വന്ന പോലെ തന്നെ ജ്യോതിക്ക് ഒരു പ്രശ്നം, ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രശ്നം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും വീണ്ടും എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ജ്യോതി, എല്ലാം പെരുക്കി സൂക്ഷിച്ച് വയ്ക്കെത്താൻ, റെൻറ്റെങ്കിലും കൊടുക്കാതെ രക്ഷപ്പെടാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് അത് പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾ 2020 ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊരു സെയിൽ വെച്ചു. ഞാൻ കുറച്ച് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഡച്ച് പോട്ടറീസും എല്ലാം കൊണ്ടുവന്ന് അത് ട്രിവാൻഡ്രത്ത് കിട്ടാത്ത ഒരു സാധനമായതുകൊണ്ട് അത് വെച്ച് ജ്യോതിയുടെ ഭാമിനി ബുട്ടീക്കിൻ്റെ സാധനങ്ങളും ഒക്കെ വെച്ച് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് സാരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഞങ്ങളൊരു സെയിൽ വെച്ചു. അതൊരു നല്ല ഹിറ്റായിരുന്നു. ഭയങ്കരമായിട്ട് അത് കച്ചവടം നന്നായിട്ട് പോയി. സെയിലൊക്കെ ഞങ്ങൾ പുതുതായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊക്കെ നിറച്ചും നല്ല റെസ്പോൺസ് ഉണ്ടായി. അതാണ് നമുക്കൊരു ഊർജം കിട്ടിയത്. ഒന്നും കൂടെ ഒന്ന് വിപുലമായിട്ട് ചെയ്യണം, എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. എൻ്റെ മകളാണ് ഇവിടെ എല്ലാ പരിപാടി, ബാക്കി ഞങ്ങൾക്ക് ബുദ്ധിക്കായതുകൊണ്ട് ഇവിടെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും കല്യാണ വർക്കുകൾ എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ സെയിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വി ഹാവ് ടു ബി എ ബിറ്റ് സീരിയസ് എന്നുള്ളത്. അപ്പം ഞങ്ങൾ സ്ഥലം നോക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുമ്പം അതിൻ്റെ റെൻറ്റ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒരു പരിമിതിക്കകത്തുള്ള റെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ഒരു ബ്യൂട്ടീഷ്യൻ, സൗമ്യ എന്ന് പറയുന്ന ബ്യൂട്ടീഷ്യൻ, ജ്യോതിക്ക് നന്നായിട്ട് അറിയാം. അത് ഞങ്ങളുടെ 2 പേരുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ പാർലറിൽ 10-12 വർഷം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ റെൻറ്റ് കൂട്ടാവല്ലോ എന്നോർത്തിട്ട് കൂടിയ റെൻ്റുള്ള സ്ഥലം എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്പേസ് കണ്ടുപിടിക്കുന്നത്. ഇവിടം ഞാനാണ് ആദ്യം വന്ന് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കെന്തോ ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ 3 പേര് കൂട്ടിയാലും കൂടുകയല്ലാത്തൊരു റെൻറ്റായിരുന്നു അത്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ചു, നമ്മൾ 3 ആണെങ്കിൽ എന്തുകൊണ്ട് 3 പേരെയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി 3-4 പേരെയും കൂടെ കൂട്ടിയിട്ട് നമുക്കിതങ്ങ് ചെയ്താലോ എന്ന്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വുമൺ ആൻഡ് ഹോം എന്ന് പറയുന്ന ഒരു സാധനം ലോഞ്ച്ഡ് ആയത്. 2 വർഷം മുമ്പ് 2022 മാർച്ച് 12 ഞങ്ങളിത് ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച്, എനിക്ക് പേടിയുണ്ടായിരുന്നതും അതാണ്, എല്ലാവരുമായിട്ട് ചേർന്ന് പോകണം. ഏറ്റവും പ്രയാസം, നേരത്തെ ചെയ്തിരുന്ന ബിസിനസ്സിൽ നിന്ന് അതും കുറേ പെണ്ണുങ്ങളായിരുന്നു, 1000 കൂടുതൽ ലേഡീസിനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്നപ്പം തുടക്കത്തിൽ 5 പേരേ ഉള്ളൂ. എന്താ ബുദ്ധിമുട്ട് അത് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. എനിക്ക് മനസ്സിലാക്കിയ ഒരു ബുദ്ധിമുട്ട് എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതോടെയാണ്. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് അവർ തന്നെത്താൻ ചെയ്യുന്നു, അവരത് തന്നെത്താനെ മാർക്കറ്റ് ചെയ്യുന്നു, അതിന് വരുന്ന പ്രോബ്ലംസ് അവർ തന്നെത്താനെ സോൾവ് ചെയ്യുന്നു. ഇതെല്ലാം ഉള്ള ഒരു 5 പേരാണ് ഒന്നിച്ചു കൂടിയത്. അപ്പം
അവരുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ എനിക്കിതറിയാം, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള 5 പേരാണ് ഒന്നിച്ചു കൂടുന്നത്. അപ്പം നമുക്ക് അവരെ റീഡയറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ മറ്റതിനകത്തുള്ളതിനെക്കാട്ടിലും പ്രയാസമായിരുന്നു. അത് മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നൊരു ചാലഞ്ച്, എങ്ങനെ ഈ 5 പേരെ എനിക്ക് പറ്റുമോ എന്നുള്ള. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് പറയാൻ പറ്റുന്ന ഞങ്ങളുടെ കൂടെയുള്ള ഈ 15 പേര്, ഞാൻ ഉൾപ്പെടെയാണ് ഈ 15 പേര്. ഈ 15 പേരും ലൈക്ക് മൈൻഡഡ് പീപ്പിളാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അനചേച്ചി പറയുന്നത് കേൾക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവർ പറയുന്നത് ഞാനും കേൾക്കാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്രയും പ്രായമായി, എന്നെക്കാട്ടിലും ഒത്തിരി ഇളയതാണ് ഇവിടെയുള്ള പലരും. ഞങ്ങളുടെ ഒരു വെൻഡർ എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ് സാൻഡ്ര പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം സാൻഡ്രയ്ക്ക് എന്നെയും മനസ്സിലാവുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും സാൻഡ്രേനെയും മോഡലാക്കുന്നുണ്ട്. കാരണം എനിക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും സാൻഡ്രയ്ക്ക് അറിയാം. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നതിനെക്കാട്ടിലും പല കാര്യങ്ങളും എനിക്ക് സാൻഡ്രയിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് കാരണം ഇതിനകത്ത് ഇവരെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നിച്ച് കൂടെ നിൽക്കാൻ പല പ്രായത്തിലുള്ള പലരും. തുടക്കത്തിൻ്റെ എല്ലാ ബാല്യരക്ഷിതകളും ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് പതുക്കെ ഞങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. പിക്ക് ചെയ്തപ്പം ഞങ്ങളുടെ കൂട്ടത്തിലെ ജ്യോതിയുടെ മകളുണ്ട്, വാണി, ഡിസൈനറാണ്. അപ്പം വാണിയാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരാൾ. തുടക്കം തൊട്ടേ ക്രിയേറ്റീവ് സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഡിസൈനിങ്, കളേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പം തൊട്ടേ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ ഞാൻ പേപ്പറിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് പല കളർ പാലറ്റ്സ് ട്രൈ ചെയ്ത് ആൽബംസ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അന്നും ഹൈസ്കൂൾ പിന്നെ കോളേജ് അങ്ങോട്ടൊക്കെ എത്തിയപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഡിസൈനിങ്ങിലോട്ട് വരും. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ്, പക്ഷേ ലൈഫ് വളരെ അൺപ്രഡിക്റ്റബിളാണ്. അപ്പം കറങ്ങി തിരിഞ്ഞ് ഞാൻ ഡിസൈനിങ്ങിലോട്ട് എത്തി. അപ്പം ഭാമിനിയിൽ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫാബ്രിക്സ്, അതുപോലെ സാരീസ്, പിന്നെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ഫാബ്രിക്സ് ആണ്. അതുപോലെ സാരീസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന സാരീസും ഉണ്ട്, മാത്രമല്ല ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസും ആണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അത് നന്നായിട്ട് ഹിറ്റായി. ഇപ്പം എല്ലാവരും അറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, മെജോറിറ്റി ആൾക്കാർ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവനവൻ്റെ കഴിവുകൾ കൊണ്ട്, ഞാൻ കുറച്ച് തയ്ക്കും, കുറച്ച് പെയിൻറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന മെഴുകുതിരികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ പലരും അവരവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഓർണമെൻറ്റ്സ് ആയാലും തന്നെത്താൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് സാധനം ഔട്ട്സോഴ്സും ചെയ്യുന്നുണ്ട്. ഇതിനകത്തിപ്പം ഈ പുറകെ കാണുന്ന പോട്ടറീസ് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇമ്പോർട്ടഡ് ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അതെൻ്റെ കൂട്ടത്തിൽ ഞാൻ തയ്ച്ചു വെക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ എപ്പോഴും എന്ത് ഇവൻറ്റ് വെക്കുമ്പോഴും ഞങ്ങൾ ആരെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാനും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ കഴിവ് കൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഏണിങ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെയും ചിലത് ആരും അറിയുന്നില്ലാതെ ആരോടും പറയാറുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെയാണ് വുമൺ ആൻഡ് ഹോം. ഞങ്ങളുടെ മോട്ടോ തന്നെ, ഞങ്ങളിവിടെ സ്പേസ് കൊടുക്കുമ്പോൾ 1500 രൂപ തൊട്ടുള്ള സ്പേസ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് 1500 രൂപയ്ക്ക് കൊടുക്കുന്നതും 5000 രൂപയ്ക്ക് കൊടുക്കുന്നതും മിക്കപ്പോഴും ഒരേ സ്പേസ് തന്നെ കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് റെൻറ്റ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിൽക്കുന്ന സാധനത്തിൻ്റെ വിലയും കൂടെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ചിലർ തന്നെത്താൻ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് അവർക്ക് അത്ര 5000 രൂപയുടെ റെൻറ്റ്, അവർക്ക് അത്രയും ടേൺ ഓവർ കിട്ടുകയെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞങ്ങൾ അവർക്ക് റെൻറ്റ് കുറച്ചിട്ട് സ്പേസ് കൊടുക്കും. അത്രയും സ്പേസ് എടുക്കുന്ന വേറൊരാൾക്ക് ചിലപ്പോൾ റെൻറ്റ് കൂടുതലായിരിക്കും, ബിക്കോസ് അവർ വിൽക്കുന്ന സാധനത്തിന് സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിന് കുറച്ച്, അപ്പോൾ ഞങ്ങൾ സ്പേസ് കൊടുക്കുമ്പോഴും റെൻറ്റ് തീരുമാനിക്കുമ്പോഴും എപ്പോഴും ഞങ്ങൾ അവരുടെ പ്രോഡക്ട്സും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം അവരോട് പറയുന്ന 3 മാസത്തേക്കിന് നിങ്ങൾ വെച്ച് നോക്കുക, നിങ്ങൾക്ക് ശരിയാവുന്നുണ്ടോ, ഞങ്ങൾക്ക് നിങ്ങളെയും ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പലരെയും ഇവിടെ എല്ലാവരെയും തന്നെ കയറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് 3 മാസത്തേക്കിന് ട്രയൽ റൺ. ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കുന്നില്ല, ഒന്നും വാങ്ങിക്കുന്നില്ല. അഡ്വാൻസൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ അഡ്വാൻസൊക്കെ ഞാനും ജ്യോതിയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അഡ്വാൻസ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അവർ വന്ന് ചെയ്ത് നോക്കി അവർക്ക് പ്രോഫിറ്റബിൾ ആകുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ ഞങ്ങൾ നോക്കുന്നൊരു കാര്യമുണ്ട്,
ഞങ്ങളുടെ മോട്ടോ തന്നെ ഹെൽപ്പ് ഈച്ച് അതർ ഗ്രോ ടുഗെദർ. ഞങ്ങൾ പറയുന്ന ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ വുമൺ ആൻഡ് ഹോമിൽ സ്പേസ് കിട്ടാൻ. പ്രോഡക്റ്റ് നമുക്ക് എല്ലാ കടയ്ക്കും ഒരു കസ്റ്റമർ ബേസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന സാധനമാണോ എന്നുള്ളത് ആദ്യം നോക്കുന്നത്. ഇവിടെ വെച്ചാൽ പോകുമോ, അല്ലെങ്കിൽ അവർ വെറുതെ റെൻറ്റ് തന്ന് ഇവിടെ വെക്കുകയല്ല, അങ്ങനെ വെക്കാൻ സമ്മതിക്കത്തില്ല, അവരുടെ നഷ്ടം വരാനും സമ്മതിക്കത്തില്ല. അപ്പോൾ അവരുടെ സാധനം നമ്മുടെ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് തോന്നിയ 3 മാസത്തേക്കിന് വെക്കാം. അപ്പം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. ഇവിടെ ചിലപ്പം ബ്ലൂ പോട്ടറി കണ്ടിട്ടായിരിക്കും ഒരാൾ കയറി വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് അവരറിയുന്നത് ഇതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് കാണുമ്പം ഇത് വാങ്ങിക്കുന്ന കൂടെ ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങിക്കും. അല്ലെങ്കിൽ 10 പേരോട് പറയും, നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനൊരു കട അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടി വരുന്നത്. ഇതാണ് വുമൺ ആൻഡ് ഹോം എന്ന് പറയുന്നത്. വുമൺ ആൻഡ് ഹോമിൻ്റെ തുടക്കവും ഇങ്ങനെയാണ്. വുമൺ ആൻഡ് ഹോമിലോട്ടുള്ള വെൻഡേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം അവരുടെ പ്രോഡക്റ്റ്സ് നോക്കും. ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ കൂടുതലും സാരീസ് തന്നെയാണ് ഉടുക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്ഡായിട്ട് പോകാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കട തുടങ്ങി. എനിക്ക് 10-35 കൊല്ലം മുമ്പും ഇതേ ഒരു വുമൺ ആൻഡ് ഹോം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഞാനൊരു കുഞ്ഞ് പരിപാടി ഇതുപോലെ തുടങ്ങിയായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ പ്രയോറിറ്റി അങ്ങോട്ട് പോയി, അവരെ നോക്കുക എന്നൊക്കെ. പിന്നെ എൻ്റെ മദറിൻലോ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അപ്പം എല്ലാവരുടെ സൗകര്യം നോക്കി ഞാനത് ആ കട വേണ്ടാന്നങ്ങ് വെച്ചു. മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത്, അവരുടെ പഠിത്തമൊക്കെ ആയപ്പോഴത്തേക്കിനും അവരെ നോക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിലോട്ട് കയറുന്നതും അതിൻ്റെ മാർക്കറ്റിങ്ങിലോട്ട് പോകുന്നതും. ഇന്ന് ട്രിവാൻഡ്രത്ത് ഇതുപോലെ ബ്രാൻഡഡ് കടകളും ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തൊരു സമയത്താണ് അന്ന് തുടങ്ങി. അന്നേ ഞങ്ങൾ ഒരു എന്നാ പറയണ്ട സോഷ്യൽ മീഡിയ അല്ല, അന്ന് സോഷ്യൽ മീഡിയ അല്ല, TV ചാനൽസും ഹിന്ദു പേപ്പറും ഒക്കെ കവറേജ് തന്ന ഒരു കടയായിരുന്നു. കാരണം അന്ന് ക്യാരി ബാഗ്, അതിൻ്റെ കൊടുത്തിരുന്ന ക്യാരി ബാഗ് പേപ്പർ കൊണ്ട്, ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി എൻ്റെ നീസസും നെവ്യൂസും ഒക്കെ അതിൻ്റെ പുറത്തൊരു നോട്ടീസ് ഡിസൈൻ ചെയ്തിട്ട് ബോയ്ക്കോട്ട് പോളിത്തീൻ ഒരു മെസ്സേജ് അതേ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കുറച്ച് ആൾക്കാർ അതിനെ ഒരു ഭയങ്കരമായിട്ട് ഫാസിനേഷൻ കണ്ടിട്ട് വന്ന പല ചാനലുകളും ഇൻ്റർവ്യൂ എല്ലാം എടുത്തുകൊണ്ട് പോയ ഒരു കടയായിരുന്നത്. പിന്നെ ഇവൻച്വലി ഞാനതങ്ങ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും മറ്റേ ബിസിനസ്സും ഒക്കെ ആയിട്ട് അങ്ങ് പോയിട്ടാണ് പിന്നെ ഇതിലോട്ട് വന്നത്. അപ്പം അന്ന് തൊട്ടേ എല്ലാവർക്കും വുമൺ ആൻഡ് ഹോം എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന സാധനം ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആണെന്നുള്ളത് കൊണ്ട് അന്ന് തൊട്ടേ അങ്ങനത്തെ ഇഷ്ടങ്ങളുള്ള കുറച്ച് കസ്റ്റമേഴ്സ്, കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത് കട തുടങ്ങി, ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇങ്ങനെ തുടങ്ങിയപ്പം എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ കട ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു എന്നാ പറയേണ്ടത് ഇഷ്ടങ്ങളെ മാനിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വന്നാലേ ഉള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ ഇവിടെ വെൽക്കം ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്, അല്ലാതെ ഞാൻ ഒന്നും വിട്ടേക്കാൻ പറയുമല്ല, മുഴുവനും പോയി ഓരോന്നും പെരുക്കി എടുക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അധികം ഒരേ സാധനം തന്നെ മൾട്ടിപ്പിൾ പീസസ് കാണാൻ ഇച്ചിരി പ്രയാസമാണ്. അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് കൂടുതലും. ഹോളണ്ട്, നെതർലാൻഡ്സ്, ചൈനയും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കളക്ഷനാണ് കൂടുതലും. ഇത്തവണ ഞാൻ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്ന സെർവിങ്സ് ആണ്. ഡെക്കോഴ്സിനെക്കാട്ടിലും ബ്ലൂ പോട്ടറിയുടെ സെർവിങ്സ് ആണ് ഇത്തവണ കൂടുതൽ. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് ടേബിൾ വെയർസ് ഉണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന ക്യാൻഡിലിൻ്റെ കാര്യം. സോ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്.
ഇതും കസ്റ്റമൈസേഷനാണ്. ഇതെല്ലാം ഇതിനൊന്നും എനിക്ക് മോൾഡ് പറയുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽ മോൾഡ് വെച്ചിട്ടല്ല ഞാനിതൊന്നും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വെറും സാധാരണ പ്ലാസ്റ്റിക് പാത്രത്തിനകത്തും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇത് വെക്കാനുള്ള ക്യാൻഡിൽ സ്റ്റാൻഡ്സും ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്ലവർ വെച്ചിരിക്കുക ഞാൻ അതിൽ. ആ ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങിക്കുന്ന ഡ്രൈ ഫ്ലവേഴ്സ് അല്ല, ഇതെല്ലാം എവിടെയെങ്കിലും പൂക്കൾ കാണുമ്പോൾ ആ സീസൺ ആകുമ്പോഴത്തേക്കിനും അതിനെല്ലാം പറിച്ച് തന്നെത്താനെ പ്രിസർവ് ചെയ്യുന്നതാണ്. തന്നെത്താൻ പ്രിസർവ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യുന്നതാണ് അതിൽ. അപ്പോൾ എന്നോട് അതേപോലത്തെ ഒരു 100 എണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് കൂടിപ്പോൾ ഒരു 4 എണ്ണോ 5 എണ്ണോ മാക്സിമം ഉണ്ടാക്കാൻ പറ്റും ഒരേപോലത്തെ. ഇതൊക്കെ പക്ഷേ ഡെക്കോപാഷ് എന്ന് പറയുന്ന ആർട്ടാണ്, നാപ്കിൻ വെച്ച് ചെയ്യുന്ന. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾസിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ആ സാധനങ്ങൾ പിന്നെ ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇച്ചിരി പ്രയാസം ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ്, അതായത് ഫ്രാഞ്ചൈസി ആയിരുന്നു. ഞാൻ ശരിക്കും തുടങ്ങിയത് എനിക്കെൻ്റെ മകനുണ്ടായത് 6 വർഷം നോക്കിയിരുന്നിട്ടാണ്. അന്ന് അവന് ദ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ സ്കൂളിൽ പോയപ്പോൾ ഞാൻ തപ്പിയത് അവന് കൊടുക്കാൻ ഒരു ലഞ്ച് ബോക്സ് തപ്പിയാണ് ഞാൻ ആ കമ്പനിക്കകത്ത് പോയി കയറുന്നത്. അത് ഒട്ടും എന്നാ പറയണ്ട, കയറേണ്ടി വന്നതാണ്. അത് അന്നിവിടെ ആ സാധനം കേരളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു, ചെന്നൈയിൽ നിന്ന് വേണമായിരുന്നു. ഒരു മെമ്പർഷിപ്പ് എടുക്കുവാണ് നല്ലതെന്നും പറഞ്ഞ് എടുത്തതാണ്. ഞാനൊരു പാലാക്കാരത്തിയാണ്, ഞാനൊരു പ്ലാന്ററിൻ്റെ മകളും ഒരു പ്ലാന്ററിൻ്റെ വൈഫുമാണ്. അപ്പം ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ വന്ന് ഈ പാത്രം എടുത്തു. പിന്നെ അവൻ അത് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പല പാരൻസും ചോദിച്ചു. അങ്ങനെ പതുക്കെ ഞാൻ പോലും അറിയാതെയാണ് ഞാനൊരു ബിസിനസ്സുകാരിയായത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ തൊട്ട് ഒത്തിരി വർത്താനം പറയുമായിരുന്നു. അപ്പോൾ ആ വർത്താനം പറയുന്നത്, ഞാൻ വർത്താനം പറയുന്നത് നല്ലോണം പലർക്കും അത് രസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ പാത്രത്തിൻ്റെ, അതൊരു പാത്രമായിരുന്നു, ലഞ്ച് ബോക്സസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പം എല്ലാവർക്കും അതൊരു ഇഷ്ടമായി. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ ബിസിനസ്സിനകത്ത് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് അതിനകത്തുനിന്ന് വന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, ഈ 6 കൊല്ലം കഴിഞ്ഞ് പിള്ളേരുണ്ടായ കാരണം എനിക്ക് ഒരുപാട് ലേറ്റായിട്ട് ഫ്രണ്ട്സും ഉണ്ടായത്. വീടിനകത്തായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അപ്പം പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴാണല്ലോ, എല്ലാവർക്കും അങ്ങനെയൊക്കെ ആണല്ലോ ഫ്രണ്ട്സിനെ കിട്ടുന്നത്. എനിക്കും കിട്ടിയത് അപ്പോഴാണ് കിട്ടത്, പക്ഷെ ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ പഠിക്കുന്ന പാരൻസ് മിക്കവരും ഞങ്ങളെക്കാൾ ഒത്തിരി ജൂനിയേഴ്സായിരുന്നു. പിന്നെ ആ ഒരു ബിസിനസ്സിനകത്തു നിന്നാണ് എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടിയത്. പിന്നെ ലേറ്റർ ഓൺ ഞാൻ ചെയ്യുന്നതിനകത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ വാല്യൂസ് ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഇവിടെ ഗാർബേജിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട്, അതായത് പൊളിത്തീൻ കവറിൻ്റെ പ്രശ്നം വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ സംരംഭം തുടങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പേപ്പർ ക്യാരി ബാഗ് മതിയെന്ന് തീരുമാനിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് പാത്രം തന്നെയാണ് ഡീൽ ചെയ്തത്. പക്ഷേ അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഒരിക്കലും നമ്മുടെ ഡസ്റ്റ്ബിന്നകത്തോട്ട് പോകാത്തൊരു സാധനം, ഇക്കോ പ്രോബ്ലം ഉണ്ടാക്കാത്തൊരു സാധനമായിരുന്നു ഞാൻ ഡീൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഈ പ്ലാസ്റ്റിക് കൂടുതൽ വരുന്നു എന്ന് കണ്ട് അതൊരു വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അന്ന് ശുചിത്വ മിഷൻ്റെ ഡയറക്ടറായിരുന്ന വാസിക്കീമ പിന്നീട് ട്രിവാൻഡ്രം കളക്ടറായി. ഒരു ദിവസം ഞാൻ മാമിനെ മീറ്റ് ചെയ്യാനിടയായി. അപ്പം മാം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞു, ഒരുപാട് പെണ്ണുങ്ങളെ കാണുന്നില്ല അന്ന, അപ്പം വൈ കാൻറ്റ് യു ഡൂ സംതിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. അപ്പം ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലെയിനിങ്. എനിക്ക് വാസുകി മാം ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എങ്ങനെ നമുക്ക് ക്യാരി ബാഗിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നുള്ള ഒരു വാല്യൂ അഡീഷനും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനെയാണ് എനിക്ക് കോണ്ടാക്ട്സ് ഒത്തിരി വന്നത്. അതെനിക്കിപ്പോൾ ഈ ബിസിനസ്സിനകത്ത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട്.